ഭഗവാൻ 8 ധ്യാനങ്ങൾ അല്ലെങ്കിൽ ധ്യാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു പേരിട്ടിട്ടുണ്ട് ഭഗവാൻ. അതായത് ആദ്യത്തെ 4 ധ്യാനങ്ങൾ ഇതിനെ രൂപധ്യാനം എന്ന് പറയും. അതായത് നമ്മുടെ ശരീരവുമായിട്ട് സംബന്ധപ്പെട്ട ധ്യാനങ്ങളാണ് അവ. അപ്പോൾ അതിന് ഭഗവാൻ ഇട്ട ഒരു പേരാണ് ദിഠധമ്മ സുഖവിഹാരി. അതിൻ്റെ അർത്ഥം ഈ വർത്തമാനകാലത്ത് നമ്മൾ സുഖമായിട്ട് വിഹരിക്കാൻ ഈ 4 ധ്യാനങ്ങൾ ഉപകരിക്കും. അതിൽ മൂന്നാമത്തെ ധ്യാനത്തിന് ഒരു സ്പെഷ്യലായിട്ടുള്ള പേരുണ്ട്, ഉപേക്ഷകോ സതീമ സുഖവിഹാരി. അതിൻ്റെ അർത്ഥം ഉപേക്ഷയുണ്ട്, സതി അല്ലെങ്കിൽ അവയർനെസ് ഉണ്ട്, ഈ സമയത്ത് സുഖത്തോടുകൂടി നമ്മൾ വിഹരിക്കുന്നു. 5 മുതൽ 8 ധ്യാനം വരെ ശാന്ത ധ്യാനങ്ങൾ എന്നാണ് പറയുന്നത്, പീസ്ഫുൾ മെഡിറ്റേഷൻ. അതായത് അത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ടാണ് അതിനെ ശാന്ത ധ്യാനങ്ങൾ എന്ന് പറയുന്ന പേരിട്ടത്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ധ്യാന എന്നുള്ളത് എപ്പോഴും സുഖകരമാണ്, മനസ്സിന് ശാന്തി നൽകുന്നതാണ്. പക്ഷേ നമ്മൾ അതിനെയും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നിട്ട് നീങ്ങുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മുക്തി മോക്ഷത്തിലേക്ക് എത്തുന്നതാണ്.